ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പുത്തനായിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പം തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എത്ര പേര് ഇത് മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് അറിയില്ല, വളരെ കുറവായിരിക്കും ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എരിവും പുളിവും ഒക്കെ കലർന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പോളം തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കില്ല, ആ ഒരു മോഡലിലാണ്. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ മൊത്തത്തിൽ ഈ മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 പച്ചമുളകാണ്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 6 അല്ലി ചുവന്നുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണ് കേട്ടോ. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പുളിപ്പിനൊക്കെ വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പകരം പുളിങ്ങയായിരിക്കും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകവും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കണം. കൂടുതൽ മാവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു അരപ്പ് മിക്സ് ആവുന്നതിന് വേണ്ടി മാത്രമുള്ള മാവാണ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി മാവിൻ്റെ പൊടിയിലേക്ക് ആവശ്യത്തിലുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ലൂസും ആവരുത്, അതുപോലെ നല്ല കട്ടിയിലും ആവരുത്. നമുക്ക് ആ തേങ്ങാ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ലെവലിലായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാവ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തേങ്ങാ ചമ്മന്തി മിക്സ് ആവുന്നതിന് വേണ്ടി മാത്രമുള്ള മാവ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. കൂടുതലായിട്ട് മാവ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല, പകരം മാവിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്തി നിൽക്കുക. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങാ ചമ്മന്തിയും ആ മാവും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം നമ്മളിത് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മിക്സ് ഒന്ന് ലൂസായിട്ടുള്ളതായിട്ട് കാണാം. ഈ തേങ്ങാ ചമ്മന്തി ഈ മാവും കൂടി നന്നായി കൂടി കലർന്ന് മിക്സ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് അയഞ്ഞു വന്നിട്ടുള്ളത്. ഇനി ഞാനിതൊരു സിപ്ലോ കവറിലേക്ക് മാറ്റാണ്. സിപ്ലോ കവർ തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. മിൽമയുടെ പാലിൻ്റെ പാക്കറ്റിൻ്റെ ആ ഒരു കവറോ അങ്ങനെ ഏതെങ്കിലും ഒരു കവറോ മതി. അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. സ്പൂൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പലതും പലതരത്തിലുള്ള വേവുമായിരിക്കും. മാത്രമല്ല കയ്യിലേക്കൊക്കെ എണ്ണ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ വേഗം ഇത് ചെയ്തെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ ഈ കവറിൻ്റെ കോർണർ ഭാഗത്തായിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്ന ഈ സൈസിനനുസരിച്ചായിരിക്കും കേട്ടോ ഈ മാവ് പുറത്തേക്ക് വരിക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലൂടെ കൂടുതലായിട്ട് മാവ് വരുന്നുണ്ടെന്ന് കണ്ടാൽ ഇതുപോലെ പപ്പടക്കോല് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലായതുകൊണ്ട് തന്നെ ഇത് കവർ ചെയ്യുന്ന പെട്ടെന്ന് തന്നെ പോരും. ഇത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ ചൂടായ ശേഷമാണ് നമ്മളിതിലേക്ക് മാവ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളൊന്നും വേഗത്തുമില്ല. അതുപോലെ ലോ ഫ്ലെയിമിലും ഇടാതിരിക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടുണ്ടെങ്കിൽ ഇതിൽ എണ്ണയൊക്കെ കുടിച്ചിട്ട് ഈ സ്നാക്സിൽ നല്ല എണ്ണമയമായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ ഏകദേശം നമ്മുടെ സ്നാക്സിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതുപോലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. നമുക്ക് എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.